നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബുദ്ധിയെ കുറിച്ചുള്ള ദ്വിഘടക സിദ്ധാന്തത്തെ കുറിച്ചാണ്. ടു ഫാക്ടർ തിയറി. നിങ്ങൾക്കറിയാം, ബുദ്ധിയെ കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ നിലവിൽ വന്ന സിദ്ധാന്തങ്ങളൊക്കെ എന്തിനാണ് ശ്രമിച്ചത്? ബുദ്ധിയുടെ ഘടന എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ, എന്ന് വിശദീകരിക്കാൻ. അതെ, ബുദ്ധിയുടെ ഘടന, സ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പോ ആ വിഭാഗത്തിൽ വരുന്ന ഒരു സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി. ഇത് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ആണ്. അപ്പൊ സ്പിയർമാൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറിയിലൂടെ നമ്മുടെ ബുദ്ധിയുടെ ഘടന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാൻ പോവാണ്. ഇദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏകഘടക സിദ്ധാന്തം മുമ്പ് ഉണ്ടായിരുന്നു, ഒരു ഘടകം മാത്രമേ ബുദ്ധിക്കുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തം. ഇതിനുശേഷം പിന്നെ ബഹുമുഖ സിദ്ധാന്തം ഒക്കെ വന്നിട്ടുണ്ട്, കുറെ ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സ്പിയർമാൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിലൂടെ നമ്മളോട് പറയുന്നത് ടു ഫാക്ടർ തിയറി, ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങളെ ഉള്ളൂ എന്നാണ്. ഏതൊക്കെയാണ് ആ രണ്ട് ഘടകങ്ങൾ? സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ, നമ്മൾ ജി ഫാക്ടർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ സാമാന്യ ഘടകം, സാമാന്യം, ജനറൽ, ജി ഫാക്ടർ. വിശിഷ്ട ഘടകം, എസ് ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും. ബുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ജി ഫാക്ടറും എസ് ഫാക്ടറും ഒക്കെ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിക്കും, സ്പിയർമാൻ ആണ്. അപ്പോ നമ്മുടെ ദ്വിഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ആണ്. അദ്ദേഹം ശ്രമിക്കുന്നത് എന്താണ്? ബുദ്ധിയുടെ ഘടന എന്താണെന്ന് വിശദീകരിക്കാൻ. അദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാ? സാമാന്യ ഘടകം ജി ഫാക്ടർ, വിശിഷ്ട ഘടകം എസ് ഫാക്ടർ. രണ്ടിന്റെയും സവിശേഷതകൾ നമുക്ക് പഠിക്കാം. അപ്പോ ഒരു വ്യക്തിയുടെ ജികളും എസുകളും, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജി ഘടകങ്ങളും എസ് ഘടകങ്ങളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമായിരിക്കും. എന്റെ ബുദ്ധിയിലുള്ള ജി ഘടകവും എസ് ഘടകവും, ജി ഫാക്ടറും എസ് ഫാക്ടറും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയിലുള്ള ജിയും എസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നത്. അപ്പൊ അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു. ഒരു വ്യക്തിയുടെ ജികളും എസുകളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമായിരിക്കും. അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു എന്ന് ഏത് സിദ്ധാന്തം പറയുന്നു? ദ്വിഘടക സിദ്ധാന്തം പറയുന്നു. ഇനി എന്താണ് ഈ ജി ഘടകത്തിന്റെ സവിശേഷതകൾ, എസ് ഘടകത്തിന്റെ സവിശേഷതകൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മുടെ സ്പിയർമാൻ പറയുന്നത്. ഏതൊക്കെയാ? ജി ഘടകവും എസ് ഘടകവും. അപ്പൊ എന്താണ് ജി, എന്താണ് എസ്? ഈ ബുദ്ധിയുടെ ജി ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നതിൽ ശരിക്കും നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അനുഭവത്തിലൂടെ ഒക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ പാരന്റ്സിന്റെ ജീനുമായിട്ട് എന്തായാലും ബന്ധം ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ഈ ജിയും എസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അങ്ങനെ പിടിക്കാം. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ്, നമ്മൾ നേടിയെടുത്തവയാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ട് എന്നാണ് സ്പിയർമാൻ പറയുന്നത്, ജി ഘടകവും എസ് ഘടകവും. ജി ഘടകത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? അത് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്, അതുപോലെ സ്ഥിരമാണ്. ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് അത് എപ്പോഴും അവിടെ ഉണ്ടാവും, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടും. നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിലും ഈ ജി ഘടകത്തിന്റെ സ്വാധീനമുണ്ട്, കാരണം നമുക്ക് ജന്മനാ കിട്ടിയതാണ്. ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച്, ഈ ജന്മസിദ്ധമായി കിട്ടേണ്ട ജി ഘടകം കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു, നമ്മുടെ ബുദ്ധിശക്തി കൂടുന്നു. ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എന്റെ ഉള്ളിലുള്ള ജിയുടെ അളവായിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ളത്, കാരണം നമ്മൾ രണ്ട് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് രണ്ട് ഘടകമുണ്ടെന്ന് പറയുന്നു, ജി ഘടകവും എസ് ഘടകവും. ജി ഘടകം എന്തൊക്കെയാ? ജന്മസിദ്ധായിരിക്കും, പൊതുവായ മാനസിക ശക്തി വിശേഷമാണത്, സ്ഥിരമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടും. നമ്മളുടെ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു, ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാല് എന്താണ് എസ് ഘടകത്തിന്റെ സവിശേഷതകൾ? എസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പെസിഫിക് ഫാക്ടർ ആണ് അഥവാ വിശിഷ്ട ഘടകമാണ്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതും കൂടിയല്ലേ. അപ്പൊ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ് എസ് ഘടകം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോ
ഇവിടെ നമ്മൾ പറഞ്ഞു ജി ഘടകത്തിന്റെ കേസിൽ അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ എസ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും എസ് ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. കാരണം അത് സ്പാർക്കിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട് കുറെ. എനിവേ, അപ്പൊ ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. നമ്മളത് ആർജിച്ചെടുത്തല്ലേ, ചുറ്റുപാടിൽ നിന്ന് കിട്ടിയല്ലേ, നമ്മളിൽ ഉള്ളതല്ലല്ലോ. അപ്പൊ അത് ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നത്. എസ് ഘടകത്തിന്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ജിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എസ് ഘടകത്തിന്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ ഒരേ അനുഭവം എനിക്കും ഉണ്ടായി, നിങ്ങൾക്കും ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ ആ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന അത്ര, ആർജിക്കുന്ന അത്ര ചിലപ്പോൾ ഞാൻ ആർജിക്കില്ലായിരിക്കും. അപ്പം എസ് ഘടകത്തിൽ നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ. യെസ്. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർസ് തിയറി ബുദ്ധിയെ കുറിച്ചുള്ള സ്പിയർമാന്റെ സിദ്ധാന്തമാണ്. ടു ഫാക്ടർ അദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്ന, സാമാന്യ ഘടകം ജിയും വിശിഷ്ട ഘടകം എസും. അപ്പോ ഒരു വ്യക്തിയിലുള്ള ജിയും എസും ഘടകങ്ങള് മറ്റു വ്യക്തികളുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ജി ഘടകത്തിന്റെ സവിശേഷത നമ്മൾ പറഞ്ഞു ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ എസ് ഘടകമാണെങ്കിൽ നമ്മൾ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഈ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഈ ജി ഘടകവും പരിസ്ഥിതിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന എസ് ഘടകവും ഒക്കെ ചേർന്നാണ് നമ്മുടെ ബുദ്ധി എന്ന് ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറിയിലൂടെ ആര് പറയുന്നു? സ്പിയർമാൻ പറയുന്നു. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേട്ടറ്റ് കാറ്റഗറി 1 and 2 നേടാനായിട്ട്, സൈക്കോളജി പഠിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്